വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടിപ്പും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല കട്ടിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടല ഞാൻ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കടല കുക്കായി കിട്ടാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുക്കറിലിട്ട് ഒരു 4-5 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. ഈ കടല ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തക്കാളി ഉടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ ഈ കറി ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്നും കുറച്ചൊരു കടല മാറ്റി വെച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കടലക്കറി നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റും കൂടിയും കിട്ടും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ കടലക്കറി തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടിപ്പും കൂടിയും ചെയ്യുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറിയിൽ തന്നെ 2 ടിപ്പും കാണിക്കുന്നുണ്ട്. അടുത്ത ടിപ്പ് ഞാൻ ചെയ്യാറുള്ളത് ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി ഇതേപോലെ ഒന്ന് എടുക്കും. ഇതൊന്നൊരല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ കടലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കടലക്കറി ആയിട്ട് കിട്ടും. നമ്മൾ ഇതേപോലെ അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു കടലക്കറി കിട്ടുക. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.